പ്രായമുള്ള റിജിത്തിനെ 2005 ഒക്ടോബർ 3-നാണ് മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ഒപ്പമുണ്ടായിരുന്ന 3 പേരെ മൃഗീയമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഒരാളെ കൊലപ്പെടുത്തുകയും 3 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അത്. അതിൽ പ്രതികളായ RSSകാരെ മുഴുവൻ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ആ സമയത്ത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയ ഒരു കൊലയായിരുന്നു അത്. വൈകുന്നേരമായിരുന്നു സംഭവം. റിജിത്ത് വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ RSSൻ്റെ ക്രിമിനൽ സംഘം ഒറ്റ കുത്തിന് ഹൃദയ ഭിത്തി തകർത്തുകൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത്. യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ കൊലയാളി സംഘം ചെയ്ത അക്രമമായിരുന്നു അത്. ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ കൊല നടന്നിരുന്നു. മാത്രമല്ല, പരിക്ക് പറ്റിയവരുടെ പരിക്കും മാരകമാണ്. ശിക്ഷ എന്താണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. അത് 7-ാം തീയതി പറയുകയേ ഉള്ളൂ. പക്ഷേ 302-ാം വകുപ്പ് പ്രകാരവും 307-ാം വകുപ്പ് പ്രകാരവും അതോടൊപ്പം മാരകമായി പരിക്കേൽപ്പിച്ചതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 324-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റം പ്രതികൾക്ക് മേൽ കോടതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ശിക്ഷ എന്തായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, റിജിത്ത് അടക്കമുള്ള CPIM പ്രവർത്തകർക്കെതിരെ കോൺഗ്രസിൻ്റെയും BJPയുടെയും SDPIയുടെയും ലീഗിൻ്റെയും RSSൻ്റെയും ക്രിമിനൽ സംഘം ക്രൂരമായി വേട്ടയാടുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ മാത്രം 176 പേരെയാണ് എതിരാളികൾ കൊലപ്പെടുത്തിയത്. കേരളത്തിലാകെ 596 പേരാണ് കമ്മ്യൂണിസ്റ്റുകാരായതിൻ്റെ പേരിൽ ശത്രുക്കൾ കൊലപ്പെടുത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ രക്തസാക്ഷികളാണ് അബുമാസ്റ്ററും ചാത്തുക്കുട്ടിയും. ഏറ്റവും ഒടുവിലായി 3 ദശകത്തോളം വെടിയേറ്റതിനെ തുടർന്ന് കിടക്കപ്പായിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള പുഷ്പൻ വരെയുള്ള 596 പേർ. ഇത്രയും പേരെ കൊലപ്പെടുത്തിയ ശത്രുക്കൾ ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടാണ് പ്രചാരവേല നടത്തുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അക്രമകാരികളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരവേല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്തിയാൽ അവർ പുഴുക്കളെപ്പോലെ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന ഒരു ചിന്ത ജനങ്ങളിൽ എത്തിക്കത്തക്ക നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെല്ലാം ഇത്തരം പ്രചാരവേല നടത്തുന്നത്. കേരളത്തിൽ വർഗീയതക്കും മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയും ഒക്കെ നടത്തുന്ന വർഗീയതക്കെതിരായി നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന നിരവധി പേർ നിലനിൽക്കുമ്പോൾ CPMനെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, റിജിത്തും മനുഷ്യനാണ്. 25 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. ആ റിജിത്തിനെയാണ് 2005-ൽ 19 വർഷം മുമ്പ് വീട്ടിലേക്ക് പോകുന്ന വഴിമധ്യേ ക്രൂരമായി കൊലപ്പെടുത്തിയത്. പിതാവും മാതാവും അടക്കമുള്ള കുടുംബം
റിജിത്തിൻ്റെ വരവും കാത്തിരിക്കുമ്പോൾ പിന്നീട് ചേതനയേറ്റ ശരീരമാണ് ആ വീട്ടിലെത്തുന്നത്. അതുകൊണ്ട് റിജിത്തിൻ്റെ കൊലക്കുത്തരവാദികളായ ആളുകളുടെ പേരിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ശിക്ഷ വിധിക്കാനിരിക്കുന്ന ഈ കാലത്ത് ആ കോടതി വിധി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് റിജിത്തിനെ അറിയാവുന്ന ജനങ്ങൾ, അർഹതപ്പെട്ട ക്രിമിനൽക്കുള്ള ഒരു ശിക്ഷയായിട്ടാണ് കോടതി വിധിയെ കാത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യ വിധിയാണ് അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് കോടതി പറഞ്ഞിട്ടുള്ളത്. യെസ്, എന്തുകൊണ്ടോ അതേ സമയത്ത് തന്നെയാണ് പെരിയ ഇരട്ടക്കൊല കേസിലെ വിധി ഇന്നലെ പുറത്തു വന്നത്. ഇതേ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ സന്ദേശമായിട്ടാണ് അതും വിലയിരുത്തപ്പെടുന്നത്. റിജിത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അത് 2 ചെറുപ്പക്കാരാണ്. അങ്ങനെ ഇപ്പോൾ അല്ലെങ്കിൽ CPM-ന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിനാമൻ ഉൾപ്പെടെ ആ കേസിൽ പ്രതികളാണ്. പ്രധാനപ്പെട്ട മറ്റൊരു CPM സഖാവ് കുഞ്ഞാലിയെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന ആര്യാട് മുഹമ്മദാണ്. MLA ആയിരുന്ന അബ്ദുൽ ഖാദറിനെ കൊലപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ ഉയർന്ന നേതൃനിരയിലുള്ള ആളാണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരാളെയും കൊലപ്പെടുത്താൻ പാടില്ല, ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം. കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത്, അതൊരു സത്യവുമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി, ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും ശരി, ഒരാളും ആക്രമിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കേണ്ട സമീപനം.